ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് പാവർട്ടി പള്ളിയിലേക്കാണ് കേട്ടോ. പാവർട്ടി പള്ളിയിലെ പെരുന്നാൾ ചോറ് പാഴ്സൽ വാങ്ങാനും പിന്നെ അതുപോലെ തന്നെ പെരുന്നാൾ ചോറ് ഉണ്ണാനും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാവും കേട്ടോ. പെരുന്നാൾ ചോറ് വാങ്ങാനൊക്കെ ഞങ്ങൾ കുറേ ക്യൂവിൽ നിന്നിട്ടാണ് കിട്ടിയത്. 30 രൂപയാണ് കേട്ടോ ഒരു പെരുന്നാൾ ചോറിന് വരുന്നത്. അപ്പം ഞാനും അനുഭവമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം പെരുന്നാൾ ചോറിന് ക്യൂ നിന്ന് ടോക്കൺ എടുത്തു. പിന്നെ നേരെ പെരുന്നാൾ ചോറ് വാങ്ങാൻ വേണ്ടിയിട്ട് പാഴ്സലാണ് വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ പാഴ്സൽ കൊടുക്കുന്ന ഒരു ഭാഗത്തേക്ക് നടന്നു കേട്ടോ. അവിടെ ചെന്നു പാഴ്സൽ വാങ്ങിച്ച് ഞങ്ങളത് നേരെ വണ്ടിയിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെരുന്നാൾ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ടോക്കൺ എടുക്കണം. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് 2 ടോക്കൺ എടുത്ത് വരിയിൽ നിന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് വരിയിൽ നിന്നിട്ടാണ് അകത്തേക്ക് കയറാൻ പറ്റിയത്. പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊണിൻ്റെ കൂടെ കാളനുണ്ട് കേട്ടോ. സാധാരണയായിട്ട് കായ്പേരി, ചോറ്, സാമ്പാർ, അച്ചാർ അതാണ് കേട്ടോ പ്രധാനമായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം കാളനാണ് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ കൂടായി. അപ്പോൾ ചോറ് വന്നു, സാമ്പാർ, കാളൻ, കായ്പേരി, അച്ചാർ, അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളവിടെ പോയി നിന്ന് ചോറുണ്ടു. പിന്നെ ഊണ് കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് പള്ളിയുടെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പള്ളിയുടെ ഉള്ളിൽ ഫുള്ള് റിനോവേഷൻ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ കയറി ഞങ്ങളൊന്ന് തൊഴുത് അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങിച്ച് നേരെ തിരിച്ചു കേട്ടോ.